IPL അരങ്ങേറ്റ മത്സരത്തിൽ മിന്നും നേട്ടം കരസ്ഥമാക്കിയ മുംബൈ ഇന്ത്യൻസ് താരം വിഘ്നേഷ് പുത്തൂർ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. മലയാളികൾക്ക് അഭിമാനമായി മാറിയ വിഘ്നേഷിന്റെ നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും പരിശീലകരും. മലപ്പുറത്ത് വിഘ്നേഷിന്റെ കുടുംബത്തോടൊപ്പം 24 പ്രതിനിധി സമീർ ബിൻ കരീം ചേരുന്നു. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് IPL അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മിന്നും വിജയം കരസ്ഥമാക്കിയ വിഘ്നേഷ് പുത്തൂരിന്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഓട്ടമാണിത്. കണ്ണൻ ഇവിടെ പ്രാദേശികമായിട്ടൊക്കെ തന്നെ കണ്ണൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ അറിയുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ സന്തോഷം, മലയാളികൾക്കൊക്കെ അഭിമാനപരമായ നേട്ടമാണ് വിഘ്നേഷ് കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്താണ് ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? നല്ലൊരു ഭാഗ്യമാണ്, ദൈവം അനുഗ്രഹിച്ചാണ്. ഫസ്റ്റിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, എന്നാലും ഇറങ്ങി വിക്കറ്റ് കിട്ടി, വലിയൊരു സന്തോഷമുണ്ട്. മത്സരം കണ്ടിരുന്നു, ഒരുപാട് സന്തോഷമായി കണ്ടിട്ട്. ഫസ്റ്റ് മാച്ച് തന്നെ ഇറങ്ങുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മാച്ച് കളിക്കുമെന്ന് അറിയായിരുന്നു, പക്ഷേങ്കിൽ ഫസ്റ്റ് മാച്ച് തന്നെ കളിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വിളിച്ചിരുന്നോ? രാത്രി വിളിച്ചപ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. റൂമിലെത്തിയിട്ടാണ് വിളിച്ചത്. വലിയ സന്തോഷമായി. കേരള സീനിയർ ടീമിലൊന്നും കളിക്കാതെ മുംബൈയിൽ അങ്ങ് എത്തിപ്പെടരുത്. എങ്ങനെയായിരുന്നു മകന്റെ ഒരു വരവ്? എങ്ങനെയായിരുന്നു ഇതിലേക്ക്? ഇവിടുന്ന് വിജയൻ സാറിന്റെ ക്യാമ്പിലായിരുന്നു. പിന്നെ അങ്ങനെ മലപ്പുറം അക്കാഡമിയിലായിരുന്നു. അവിടെ ജോളി റോയേഴ്സിന് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഡോക്ടർ അർജുൻ സാറിന്റെ അവരുടെ കീഴിലായിരുന്നു. അങ്ങനെയാണ് പോയിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരം ഒരു ആലപ്പി റിപ്പിൾസിന് വേണ്ടി കളിച്ചു. അവിടുന്നാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. കളിയൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്നല്ലേ? അതെ. നമ്മുടെ പഠിത്തമുണ്ട്, കളിയിൽ ഞാൻ കാര്യമായിട്ട് മെയിനായിട്ട് അതാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും PG വരെ എത്തിച്ചിട്ടുണ്ട്. നല്ല പഠിച്ചു. BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. കളിച്ച് നടക്കാതെ ഇങ്ങനെ പഠിച്ചോന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല? ഇല്ല, ഞാൻ കളിയിലാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ഇതില് എറിഞ്ഞു വീഴ്ച ചില്ലറക്കാരല്ല, ചെന്നൈയുടെ ക്യാപ്റ്റനെ മുതലാണ് വിക്കറ്റ് വേട്ട തുടങ്ങിയതല്ലേ? അതിൽ വലിയൊരു സന്തോഷമായി. ഇനിയിപ്പോ എങ്ങനെ അവിടുത്തെ പ്രതീക്ഷകളൊക്കെ എന്തൊക്കെയാ പറഞ്ഞു? ഇനിയിപ്പോ മത്സരങ്ങൾ ഇനിയും വരാനുണ്ട്? ഇനിയിപ്പോ ഉണ്ട്. അത് ഇതിപ്പോ യാദൃശ്ചികമായി ഇറങ്ങിയതാണ്, എന്നാലും നമുക്ക് വലിയ സന്തോഷം. ഇനി എന്താ പറയാറില്ല. വിഘ്നേഷ് പുത്തൂരിന്റെ പരിശീലകൻ വിജയകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഒരു മികച്ചൊരു നേട്ടമാണ് അന്നേരം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെ, ചെന്നൈയുടെ ക്യാപ്റ്റൻ മുതൽ ഇങ്ങോട്ട് ഒരു 3 വിക്കറ്റ്. എന്താ പറയുന്നത്? നിമിഷം. കാരണം പെരിന്തൽമണ്ണയിൽ നിന്നും ഒരു പ്ലെയർ മുംബൈ ഇന്ത്യൻസിൽ കളിക്കാം, അതിലൊരു ഗെയിം ചേഞ്ചർ ആവാം. ഒരു 25 റണ്ണും കൂടി ഉണ്ടെങ്കിൽ കളി വേറെ ആയിരുന്നു. അപ്പം അത് അഭിമാനത്തിന്റെ നിമിഷം. അങ്ങനെ കളിച്ച് നമ്മളെടുത്ത് ഒരു 10 വയസ്സിൽ വന്ന് കളി പഠിച്ച ഒരാൾ ഇങ്ങനെ എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. പിന്നെ അതും അത്രയും വലിയ വിക്കറ്റുകൾ അത്രയും വലിയ സ്റ്റേജിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന്റെ മുതലുള്ള 3 വിക്കറ്റ് അത്രയും ഗംഭീരമല്ലേ? അതായത് 3 ഓവറിൽ ലോകം ഒരു പ്ലെയറെ ഉദയം കണ്ടു. ഏതായാലും വിഘ്നേഷ് പുത്തൂരിന്റെ നേട്ടത്തിൽ അദ്ദേഹത്തിന്റെ പരിശീലന കാലം മുതലുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ കോച്ചായിട്ടുള്ള വിജയകുമാർ.